സ്കൂൾ റേഡിയോ കേൾക്കാം കൂട്ടരെ, കാതോർത്തിടാം വിത്ത് യോർ 19.21. നിങ്ങളോടൊപ്പം RJ യാസീൻ ആൻഡ് RJ ഫാസിൽ. എട സൽമാനെ, നിന്നെ രാവിലെ ക്ലാസ്സിൽ കാണാതിരുന്നപ്പോൾ ഞാൻ കരുതി നീ ലീവാണെന്ന്. അയ്യടാ, വരുന്ന വഴിക്ക് റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ, അതിനാലാ കുറച്ച് വൈകിയത്. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇല്ലാത്ത ദിനം നമുക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഉഫ്, അത് ഓർക്കുമ്പോൾ തന്നെ ബോറടിക്കുന്നു. യെസ്, ഫ്രണ്ട്ഷിപ്പ് ഇസ് ഡിവൈൻ. അത് ദൈവികമാണ്. സൗഹൃദം എന്നത് വൻ സമ്പത്ത് തന്നെയാണ്. അഹ്മദ് പറഞ്ഞത് ശരിയാ, പ്രത്യേകിച്ച് ഈ കാലത്ത്. പത്രവും ന്യൂസൊക്കെ കാണുന്നില്ലേ, എന്തൊക്കെയായി കേൾക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. അത്തരത്തിലല്ലേ വാർത്തകളൊക്കെ. നാം ചങ്ങാത്തം കൂടുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ. അതെ, ഫാസിൽ പറഞ്ഞത് ശരിയാ. ചങ്ങാതിമാരെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലവരെ നോക്കിയാവുക. പിന്നീട് ചങ്ങാത്തം കൂടി നന്നാക്കാൻ ഏറെ പ്രയാസപ്പെടും. ക്ലാസുകളിൽ പോലും ഈ ഫ്രണ്ട്ഷിപ്പ് ഉപകാരമാണ്. ചിലപ്പോഴൊക്കെ സംശയമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാറുള്ളതും ശരിയാക്കി തരാറുള്ളതും ഈ ഫ്രണ്ട്സ് തന്നെയാണല്ലോ. അതല്ലേ ഇപ്പോഴുള്ള ടീച്ചേഴ്സും മാഷന്മാരും നമ്മോട് നന്നായി സൗഹൃദത്തിൽ പെരുമാറുന്നത്. അങ്ങനെയുള്ള 2 ടീച്ചേഴ്സ് അല്ലേ ഇപ്രാവശ്യം റിട്ടയർ ആവുന്നത്. അതെ, പ്രിയപ്പെട്ട സരള ടീച്ചറും ബീന ടീച്ചറും. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിയുന്നില്ല. നമ്മുടെ പരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ. നല്ല പരീക്ഷയൊക്കെ തന്നെയാണ്. നമുക്കടുത്തതായി ഒരു സോങ് കേട്ടാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. കൂടെ നിങ്ങളും പാടുമല്ലോ. നമുക്കവരെ സ്വാഗതം ചെയ്യാം. അദ്വജ്, ആഷിർ, ഫർഹാൻ, അസീം, റബാഹ്, മുഹമ്മദ്. ഹലോ ഹലോ, ഞാൻ റെഡിയായില്ല. ഒന്നുകൂടി പാടൂ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തെരാ മേര ജീവൻ ഏതോ കാലം കേടില്ലല്ലോ, ലോല വായ പോവാ ലോകം കാണാം തേടാം പാഴ. ഞെട്ടി ഹൃദയം പൊട്ടി അടിയും പൊട്ടി ഇവിടെത്തി, സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി ഇവിടെത്തി. ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരുന്നേ, ആയൊരു കായ് വരുന്നേ. മനാക്കിനി ഒന്നാവുമോ എന്നമരേ എന്നമരേ, മനാക്കിനി ഒന്നാവുമോ എന്നമരേ എന്നമരേ. എന്താ വരികളെല്ലാം! ഞെട്ടി ഹൃദയം പൊട്ടി അടിയും പൊട്ടി ഇവിടെത്തി. കൊള്ളാം, പാട്ട് സെറ്റാണ്. യെസ്, പരീക്ഷകൾ നടക്കുന്നതിനാൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാനും കഴിയില്ലല്ലോ. അതും ശരിയാ. ഓരോ ദിവസവും ഞങ്ങളുടെ കൂടെ ഗസ്റ്റായി ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇന്നുമുണ്ട് നല്ലൊരു പാട്ടുമായി ഒരു ടീച്ചർ. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആഹാ, കൊള്ളാലോ, അടിപൊളി പരിപാടി. ഞാൻ റെഡി. അല്ല, ഞങ്ങൾ റെഡി. ചോദ്യം 1. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. ഉത്തരം ഫാസിലിന് പറയാമോ? ഇത്ര സിമ്പിൾ ചോദ്യമോ? ഇതൊക്കെ ആർക്കാ അറിയാത്തത്? ഉത്തരം ഞാൻ പറയാം. സ്റ്റേഷനിലെ സാബർക്കയുടെ കുതിര. അടിപൊളി ഉത്തരം. സാബിർക്ക് കേൾക്കണ്ട, അഹമ്മദ് പറയൂ. യെസ്, ഐ നോ, ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ചെരുപ്പല്ലേ. ഇപ്പോഴത്തെ ചെരുപ്പൊക്കെ വെള്ളം കണ്ടാൽ നിൽക്കാറുണ്ടോ? അതൊന്നും ചോദിച്ചൂടാ. ചോദ്യത്തിന് നോ മറുചോദ്യം. എന്നാ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നല്ലൊരു സോങ് പാടാനായി ക്ഷണിക്കാം. വെൽക്കം ടീച്ചർ. ഹിരിയേ 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 तेरी होके मारा जिंद जान करा, तेरी होके मारा जिंद जान करा. हिरिये 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 नींदा वे टूट टूट गई
പാടി വൈനപ്പ് ചെയ്തൂടെ? ഒരു പാട്ടുകൂടി കേൾത്താലോ? ഏഴ്സിയിലെ മുഹമ്മദ് ഒരു മാപ്പിള പാട്ടുമായി. കൽബിലണന്നൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പരിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ, കാത്തുകിടക്കാം ഞാൻ ഗനിയെ കനവിൽ വന്നൂടെ, എൻ്റെ രാവിൽ വന്നൂടെ, എൻ്റെ കൽബിലണന്നൂടെ. അരികിൽ അണയാൻ കൊതിച്ചു ഞാനെന്നും പാടിയേ, എൻ ഗീതം കേട്ട് മുഹിബുകളെല്ലാം തേങ്ങിയേ, ഞാൻ കോർത്ത ഇഷ്കിൻ വരികൾ കൽബകം ചേർത്തവർ പലരും മദീനയിലെത്തി, ഞാൻ മാത്രം ബാക്കിയായി. യെസ്, നല്ല പാട്ട്. പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ കിഡ്സിലെ പിഞ്ചോമനകളുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം. ഇപ്പോൾ നിങ്ങളോടൊപ്പം RJ യാസീൻ, RJ സൽമാൻ, RJ അഹ്മദ് and RJ Fazil.